നമസ്കാരം. പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പാക് അധിനിവേശ കശ്മീരിൽ വൻ പ്രക്ഷോഭം. പ്രധാന പട്ടണമായ റാവൽകോട്ടിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ മുദ്രാവാക്യം വിളികളുമായി തെരുവിലിറങ്ങിയത് സംഘർഷത്തിൽ കലാശിച്ചു. ഈ മേഖലയിൽ സമീപ വർഷങ്ങളിൽ നടന്ന ഏറ്റവും വലിയ പാക് വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൊന്നാണിത്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള പ്രകടനക്കാർ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ആസാദി മുദ്രാവാക്യങ്ങളുമായി സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പതാകകൾ വീശുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. പാക് സൈന്യം പ്രക്ഷോഭകരെ അടിച്ചമർത്തി. വർഷങ്ങളായിട്ടുള്ള അവഗണന, രൂക്ഷമായ തൊഴിലില്ലായ്മ, മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. പ്രതിഷേധിച്ചവർക്ക് നേരെ പാക് സൈന്യം ലാത്തിചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തതോടെ പ്രതിഷേധം അക്രമാസക്തമായി. പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റു. പ്രക്ഷോഭം പാക് അധീന കശ്മീരിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് മുൻപ് അടിച്ചമർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായി നേതാക്കളെ തടങ്കലിലാക്കിയിട്ടുണ്ട്. മേഖലയിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സൈനിക ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ എന്നിവയ്ക്കായിട്ടുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നുവെന്നാണ് പ്രക്ഷോഭകരുടെ പ്രധാന പരാതി. കൂടാതെ പ്രാദേശിക പ്രകൃതി വിഭവങ്ങൾ, പ്രത്യേകിച്ച് ജലവൈദ്യുതിയും ധാതുക്കളും പഞ്ചാബ് പ്രവിശ്യയുടെയും സൈനിക സ്ഥാപനങ്ങളുടെയും പ്രയോജനത്തിനായി വ്യാപകമായി ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം സ്വാതന്ത്ര്യദിനം ആഘോഷം അക്രമാസക്തമായതോടെ പാകിസ്ഥാനിൽ 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 8 വയസ്സുള്ള പെൺകുട്ടി അടക്കമാണ് കൊല്ലപ്പെട്ടത്. അശ്രദ്ധമായി വെടിവെച്ചതാണ് മരണകാരണം. സംഭവത്തിൽ 60-ലധികം പേർക്ക് പരിക്കേറ്റു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾക്കൊപ്പം ആക്രമണങ്ങൾ നടന്നു. കറാച്ചിയിലുടനീളം സമാനമായ വെടിവെപ്പ് സംഭവങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു. കറാച്ചിയിലെ അസീസാബാദിലാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വെടിവെപ്പിൽ പെൺകുട്ടി മരിച്ചത്. കോറാങ്കി മേഖലയിൽ നടന്ന വെടിവെപ്പിൽ സ്റ്റീഫൻ എന്നയാളും വെടിയേറ്റ് മരിച്ചു. ലിയാഖാതാബാദ്, ലിയാരി, മെഹ്മൂദാബാദ്, അക്തർ കോളനി, കീമാരി, ബാൽദിയ, ഔറാങ്കി ടൗൺ, പാബോഷ് നഗർ തുടങ്ങിയ മേഖലകളിലാണ് ആഘോഷ വെടിവെപ്പ് അപകടത്തിൽ കലാശിച്ചത്. അതിനിടെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ നിന്നായി 20ഓളം പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇവരിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്തതായും റിപ്പോർട്ടിലുണ്ട്. ഈ വർഷം കറാച്ചിയിൽ വെടിവെപ്പുമായി ബന്ധപ്പെട്ട മരണങ്ങൾ കൂടുതലാണ്. ജനുവരിയിൽ മാത്രം 5 സ്ത്രീകൾ ഉൾപ്പെടെ കുറഞ്ഞത് 42 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. 233 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേർ സ്ത്രീകളാണ്.